പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളെയും മാറ്റി നിർത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അത് നടക്കട്ടെ. ഇവിടെ നോക്കൂ, ഇവിടെ പിന്നെ പറഞ്ഞെന്താ, ശകാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പം എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. ശകാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പം അദ്ദേഹം പോയതിൽ എന്താണ് തെറ്റെന്നുള്ളതാണ്. VS അച്യുതാനന്ദനൊക്കെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ച് നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ശകാരം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് താങ്കൾ നോക്കൂ, ഇവിടെ അഭിലാഷെ കമ്പയർ ചെയ്യുന്നതാണ് നെഹ്റുവിനെയും ഇന്ദിരയുമായിട്ടാണ് പിണറായി വിജയൻ്റെ മകൾ ഈ കോഴപ്പണം പിന്നെ മാസപ്പടി വാങ്ങിയ കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരിയെയും കമ്പയർ ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ലെഗസി എവിടെ കിടക്കുന്നു, വീണ തൈക്കണ്ടിയുടെ ലെഗസി എവിടെ കിടക്കുന്നു, നെഹ്റുവിന്റെ ലെഗസി എവിടെ കിടക്കുന്നു, പിണറായി വിജയന്റെ ലെഗസി എവിടെ കിടക്കുന്നു? ഇതൊക്കെ ആരുടെ താങ്കൾ ചോദിച്ചു? അല്ല താങ്കൾ അവിടെ നിർത്ത്. ആ തള്ളലൊന്നും ഇങ്ങോട്ട് വേണ്ട, ആ തള്ളൽ ഇങ്ങോട്ട് വേണ്ട. അതൊക്കെ പാർട്ടി ക്ലാസ് മതി. ഞാൻ സംസാരിക്കുമ്പോൾ ഇടവേണ്ട. നാഷണൽ ഹെറാൾഡ് പിടിച്ച കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. താങ്കൾ മര്യാദ പറയുന്ന കേട്ടാ മതി. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയിരിക്കുന്നു, എത്തപ്പയ്യോ അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. ആ വിശ്വസുകാരിയെ കൂട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പിടിഞ്ഞെത്ത് പോയാൽ ഞങ്ങളത് പറയും. താങ്കൾ കേൾക്കാനേ താങ്കൾക്ക് വിധിയുള്ളൂ. താങ്കൾ കേട്ടേ പറ്റൂ. അഭിലാഷ് ഇത്തരത്തിൽ ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സംസാരിക്കുന്നില്ല. ശരി, ഈ ചർച്ചയിൽ സംസാരിക്കണമെങ്കിൽ അഭിലാഷ് ഈ ചർച്ചയിൽ സംസാരിക്കില്ല. ശരി, അല്ല ഷാൽകുമാർ, ഞാൻ അങ്ങയുടെ അവസരത്തിൽ അങ്ങയിലേക്ക് വരാം. ശരി, അല്ല ഇനി പാത്തർക്കം വേണ്ട. ശരി, അല്ല ജ്യോതികുമാർ ചാമക്കാല, അങ്ങയുടെ ഈ അവസരത്തിലെ ഊഴം അത് കംപ്ലീറ്റ് ചെയ്യൂ. അതിനുശേഷം എനിക്ക് രാജേഷിലേക്ക് പോകണം. താങ്കൾ അവസരത്തിൽ പറയൂ. ഓക്കെ, താങ്കൾ കൺക്ലൂഡ് ചെയ്യൂ. ജ്യോതികുമാർ, താങ്കൾ കൺക്ലൂഡ് ചെയ്യൂ. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരു അഭിലാഷ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നേ ഉള്ളൂ. കേട്ടോളൂ. താങ്കൾ ചോദിച്ചു, കഴിഞ്ഞ 9 വർഷമായി ഞങ്ങളുടെ ഭരണത്തിന്റെ നേട്ടത്തിന്റെ ഭാഗമാണ് ഈ സംഭവം എന്നെല്ലാം. ഞാനൊന്ന് കൃത്യമായി അഭിലാഷിനോടും ചോദിക്കട്ടെ, ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ. 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ആ നിമിഷം മുതൽ തുടങ്ങിയ പ്രവൃത്തിയാണ് ഇത്തരത്തിൽ ഈ പദ്ധതിക്ക് പാരിസ്ഥിതിക. അതിനുമുമ്പ് പിന്നെ ശ്രീ MV രാഘവനും ശ്രീ കെ കരുണാകരനും ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ഇതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നടന്ന് പൂർണ്ണപ്രാപ്തിയിലെത്തില്ല. നോക്കൂ, 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള UPA സർക്കാരുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടി ജയറാം രമേശിനെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് 2-3 വർഷം എടുത്ത് ആ പാരിസ്ഥിതിക ആഘാത പഠനം പൂർത്തിയാക്കി 4000 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്മേൽ പാരിസ്ഥിതിക അനുമതി ലഭിച്ച് സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ഈ കേന്ദ്രത്തിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഗ്ലോബൽ ടെൻഡർ വിളിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി. ചരിത്രത്തിലാദ്യമായി അത്തരത്തിൽ ഗ്ലോബൽ ടെൻഡർ വിളിച്ച് പിന്നെ അദാനി ഗ്രൂപ്പുമായി എഗ്രിമെന്റ് ഒപ്പിട്ടു. അദാനി ഗ്രൂപ്പുമായി എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പോർട്ട് നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പിനാണ്. സ്വാഭാവികമായി ഏത് സർക്കാർ, ഞങ്ങളുടെ സർക്കാർ തുറന്നു വന്നാലും അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ വന്നാലും ആ എഗ്രിമെന്റ് പ്രകാരമുള്ള തുക അവർക്ക് നൽകണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഏത് സർക്കാരിന്റെ ബാധ്യതയാണ്. കാരണം ഒരു സർക്കാരിന് വേണ്ടി എഗ്രിമെന്റ് ഇടുമ്പോൾ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. അതിന്റെ ഭാഗമായി അവർക്ക് പൈസ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അത് ഞങ്ങളായാലും അവരായാലും മറ്റൊരാൾ വന്നാലും സർക്കാരിന് വേണ്ടി ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് ഇല്ലാതാക്കാൻ എന്തെല്ലാം ശ്രമം നടത്തി. ആ 7000 കോടി രൂപ പ്രോജക്റ്റിൽ 6000 കോടി രൂപയും കള്ളപ്പണമാണെന്നും കടൽ കൊള്ളയാണെന്നും പറഞ്ഞവരല്ലേ ഇവരിതിനെതിരായി ജസ്റ്റിസ് രാമേന്ദ്രനാഥ് കമ്മീഷനെ വെച്ചവരല്ലേ? ഇതിനൊക്കെ ഒരു അർത്ഥവുമില്ലെന്ന് അവസാനം ബോധ്യപ്പെട്ടില്ലേ? അപ്പോൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ടെൻഡർ വിളിച്ച് ടെൻഡറിന് മേളിൽ എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാവുള്ളത്? അദാനി ഗ്രൂപ്പിന്. പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അത് LDF ആയാലും UDF ആയാലും കൊടുത്തേ പറ്റൂ. കാരണം എഗ്രിമെന്റ് ഒപ്പിട്ട് പോയി. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് സേവനമാണ് ചെയ്തിട്ടുള്ളത്? എന്താ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ? അപ്പോൾ ഇത് സ്വാഭാവികമായും ഇത് UDFന്റെ കുഞ്ഞാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പേര് പുള്ളിയുടെ ശിവൻകുട്ടി, അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ. അദ്ദേഹത്തിന് പണ്ടും അന്നും ഇന്നും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു ടവലോ അല്ലെങ്കിൽ സോപ്പോ ചീപ്പോ കൊടുത്തതിന് ശേഷം ആ കുഞ്ഞ് എൻ്റെ ആണെന്ന് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ കുട്ടി UDFന്റെ കുട്ടിയാണ്. ആ കുട്ടിയെ ഞങ്ങൾ താലൂരിക്കരെ ജനങ്ങൾ കേരളത്തിൽ ആ ബോധ്യം ക്രെയിൻ കൊണ്ടുവന്ന ദിവസത്തെ ഉദ്ഘാടന ക്രെയിൻ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ